നമസ്കാരം. മലയോര പ്രദേശമായ പാലോട് കാർഷിക മേളയാണ് നമ്മളിന്ന് ചിത്രീകരിക്കാൻ പോകുന്ന ചെറു വീഡിയോ. അപ്പോൾ നേർക്കാഴ്ചയിലെ എല്ലാ കാഴ്ചക്കാർക്കും സ്വാഗതം അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് നമ്മൾ കയറിപ്പോകുന്ന കവാടം കേട്ടോ. ഇവിടെ നമുക്ക് വലതുവശത്ത് തന്നെ കുട്ടികളെ ആകർഷിക്കുവാൻ വേണ്ടിയുള്ള കളിപ്പാട്ടം മുതൽ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെ കിട്ടും. ഇപ്പോൾ മലയോര പ്രദേശമാണല്ലോ, നമുക്ക് ഈ വരുന്ന 14 ജില്ല ഉള്ളതിൽ ഏറ്റവും വലിയ കാർഷിക മേളയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ആ എൻട്രൻസിലൂടെ അകത്തോട്ട് കയറി വയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്ന വിഗ്രഹങ്ങളൊക്കെ കണ്ടോ, കൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും ഒട്ടനവധി ദൈവങ്ങളുടെ പ്രതിബിംബങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളതൊക്കെയാണ് ആദ്യമായിട്ട് അവിടെ നിന്ന് കണ്ട് അകത്തോട്ട് കയറി പോകുന്നത്. പിന്നെ നമുക്ക് വിഷമം തോന്നിയൊരു കാഴ്ച, 2 കുട്ടികളുടെ കണ്ടോ, ഫിഷാടനവുമായിട്ട് ബന്ധപ്പെട്ട് 2 കുട്ടികളെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മളത് ചെറുക്കുക തന്നെ വേണം. കുട്ടികളെ ഫിഷാടനത്തിന് ഇരുത്താൻ പാടില്ല. ഇപ്പോൾ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള എന്താ പറയുക, ഫ്ലവേഴ്സ് ഇതൊക്കെ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് പൂക്കളാണ് ഇതെല്ലാം. നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് വീടൊക്കെ അലങ്കരിക്കാൻ നല്ല സാധനങ്ങളാണ്. കാർഷിക മേളയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മളിവിടെ കണ്ടുവരുന്നത് ചെടി ഐറ്റങ്ങൾ, കുഞ്ഞ് ഒട്ടുപ്ലാവ്, മാവ്, റംബൂട്ടാൻ, അങ്ങനെയുള്ള എല്ലാവിധ പ്ലാവുകൾ കാഴ്ച വയ്ക്കുന്നത്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നോക്കാം. നമുക്ക് ഇനിയും ചക്ക കായ്ക്കുമോ എന്നൊക്കെ ഒരു സംശയങ്ങളുണ്ട്. തീർച്ചയായിട്ടും കാര്യം. ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെക്ഷൻ ഒരുക്കിയിട്ടുണ്ട്. ഈ മേള ഒരുക്കിയിരിക്കുന്നത് ഇപ്രാവശ്യം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിൽ തന്നെയാണ്. കാരണം നമുക്ക് ചെന്ന് ഫോട്ടോസ് എടുക്കാം. ഫോട്ടോ ഫ്രെയിമുകളല്ലാതെ വെച്ചിട്ടുണ്ട്. പൂക്കളുടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒട്ടനവധി പൂക്കൾ, പല രീതിയിലുള്ള കുഞ്ഞു ചെടിച്ചട്ടി, പല നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ന്യായമായ രീതിയിൽ, വിലയൊക്കെ ചെറിയ വിലയേ ഉള്ളൂ. നമുക്ക് ഓരോന്നിങ്ങനെ എടുത്ത് വാങ്ങാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും. മലയോര പ്രദേശമായതുകൊണ്ട് നമുക്ക് ഈ വട്ടി, കുട്ട, ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്. മുറം കണ്ടോ, ഈ മുറമൊക്കെ നമുക്കിപ്പോൾ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അതാ ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അതവർ മാസങ്ങളോളം ഇരുന്ന് തയ്യാറാക്കി കൊണ്ടുവന്നത് ഇവിടെ ഇരുന്ന് തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ ചീളിയൊക്കെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിരുന്ന് തയ്യാറാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിപ്പോൾ ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഫാസ്റ്റ് ഫുഡിൽ വരുന്നത് എല്ലാ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ട്. കടല പല നിറത്തിലും പല ഐറ്റവും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. മാങ്ങ കീറി, മുളക് പൊടിയൊക്കെ ഇട്ട്, ഉപ്പൊക്കെ ഇട്ട്, ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പം നാവിൽ വെള്ളം നുറണ്ട കളിപ്പാട്ടങ്ങൾ. പ്രത്യേകിച്ച് കുട്ടികളെ ടോയ്സുകളാണ് ഏറ്റവും കൂടുതലായിട്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പെണ്ണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്മലും കാര്യങ്ങളൊക്കെ. പിന്നെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവിധ പാത്രങ്ങളും, മൺചട്ടി മുതൽ കണ്ടോ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ വരെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. മിതമായ നിരക്കിലാണ് കൊടുക്കുന്നത്. ആ ചേട്ടൻ്റെ കയ്യിൽ അത് പ്ലാസ്റ്റിക് മുളകാണ്. സൂക്ഷിച്ചുപയോഗിച്ച് അതും പൊട്ടാതൊക്കെ നമുക്ക് സൂക്ഷിക്കാം. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നമുക്ക് ഈ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കത്തികളാണ്. പല ഐറ്റം കത്തികളുണ്ട്, ചെറുതും വലുതുമായിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി എങ്ങനെയെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ബുക്ക് കണ്ടോ, ബുക്ക്, കളർ ഫോട്ടോസുകൾ, ഇതെല്ലാം നല്ലൊരു കളക്ഷൻ തന്നെയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്തിസാന്ദ്രമായിട്ടുള്ള ബുക്കുകളാണെങ്കിൽ അങ്ങനെ, അല്ലാതെ അക്ഷരമാലകളാണെങ്കിൽ അങ്ങനെ ഒരുപാട് നോട്ട് ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. ഫാൻസി ഐറ്റം നമ്മുടെ ലൈറ്റുകളാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ എല്ലായിടത്തു നിന്നും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ബാഗൊക്കെ വളരെ വിലക്കുറവാണ്. നല്ല രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ കാണുന്നത്, നമ്മൾ കച്ചവടക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാരെല്ലാം വയസ്സിന് മുതിർന്ന ആൾക്കാരാണ്. കാരണം പ്രായം ചെന്ന ആൾക്കാരൊക്കെയാണ്. അവരായി ഈ കാർഷിക മേളയിൽ
വളരെ വർഷങ്ങളുണ്ട് വരുന്ന ആൾക്കാർ. കുട്ടികളുടെ ടോയ്സൊക്കെ ഉണ്ട്. നമുക്ക് ഒരെണ്ണമെങ്കിലും നമ്മൾ വാങ്ങാതെ പോകത്തില്ല. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള നല്ല ബൊമ്മക്കുട്ടികളൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അടിപൊളിയല്ലേ? കുട്ടികളൊക്കെ ചാടി വീഴുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അടുത്ത് നമുക്ക് കാണുന്നത് മാങ്ങ, നെല്ലിക്ക, ചേമ്പ്, അങ്ങനെയുള്ള നാരങ്ങ, ഇഞ്ചി, കപ്പ, നല്ല ഇനം ക്വാളിറ്റി പുളി, ഉണക്കമീൻ എല്ലാ ഐറ്റവും ഉണ്ട്. ഉണക്കമീനിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ്. ദൂരെ മുതൽ സ്രാവിൻ്റെ ഉണക്കമീൻ കഷ്ണം വരെ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പറ്റിക്കാനുള്ള സാധനങ്ങളാണ് മൊത്തമുള്ളത്. നമുക്ക് അടുത്തൊരു ഷോപ്പിൽ കയറി പോകണം. ഇതൊക്കെ കണ്ട ആരാ വാങ്ങി കഴിക്കുന്നത്? ഫാസ്റ്റ് ഫുഡുകൾ നമ്മൾ കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ കഴിക്കുന്ന എല്ലാത്തരം ആഹാരങ്ങളും വിഷപദാർത്ഥങ്ങൾ തന്നെയാണ്. എങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റാളുകളിലൊക്കെ ചേർന്ന് നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകളൊക്കെ കഴിക്കാറുണ്ട്. ഇവിടെ കിടക്കുന്ന ഈ മാറ്റ്, ഇതിപ്പോൾ നമുക്ക് മേശവിരിയൊക്കെയാണ്. മേശവിരി, കർട്ടൻ, അങ്ങനെയുള്ള തുണിത്തരങ്ങളെല്ലാം ഈ സ്റ്റോറിൽ കിട്ടും. അത് നല്ല രീതിയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. ടോയ്സിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ തീരുന്നത് വരെയും ടോയ്സുകളുടെ ഒരു വൻ ശേഖരണമാണ് ഉള്ളത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളുമായി വരുന്നവരെല്ലാവരും ഒരെണ്ണമെങ്കിലും മേടിക്കാതിരിക്കില്ല. കണ്ട കുരങ്ങന്മാരെല്ലാം പല കളറാണ്, പല കളറിൽ പല രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളിതൊക്കെ മേടിച്ച് ഉണക്കമീനിൻ്റെ അടുത്തൊരു കളക്ഷനാണ്. അങ്ങനെ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നമ്മുടെ കുട്ടികളുടെ കളിപ്പാട്ട മേഖലയാണ്. അവരെ ആകർഷിക്കാനായിട്ട് പല രീതിയിലുള്ള കളിപ്പാട്ടവുമായിട്ടാണ്. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ 50 രൂപ മുതൽ തുടങ്ങുന്നു. നമ്മൾ വീട്ടിനകത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള 50 രൂപ മുതൽ തുടങ്ങുന്ന ചെരുപ്പ് ഐറ്റംസ്. ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വിഗ്രഹത്തിൻ്റെ ശേഖരം മാന്യമായിട്ടുള്ള വിലക്ക് തന്നെയാണ്. നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള വിഗ്രഹങ്ങൾ തിരഞ്ഞെടുക്കാം. ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. പിന്നെ പച്ച കുത്തുന്നതിൻ്റെ വേറെ ടൈപ്പുള്ള പച്ച മഷിയുള്ള കയ്യിൽ അച്ചടിക്കും. കാണാവുന്നതുമാണ്, വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ മലയോര പ്രദേശമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരവിടെ വരുന്നുണ്ട്. 7-ാം തീയതി, ഫെബ്രുവരി 7-ാം തീയതി തുടങ്ങി 16-ാം തീയതി ലാസ്റ്റ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 12-ാം തീയതിയാണ്. എങ്കിൽ 4 ദിവസം ബണ്ണും തലമുറയിലൊക്കെ കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെ നമുക്ക് വളരെ അപൂർവമായിട്ട് കടലുകളാണ്. ക്വാളിറ്റിയുള്ള കളികൾ അച്ചാർ എല്ലായിട്ടും വീടുകളിലൊക്കെ പാചകം ചെയ്ത് കെമിക്കലൊക്കെ വാസന എല്ലായിട്ടും നല്ല രീതിയിലുള്ള കച്ചവടം. ഇപ്പോൾ നമ്മൾ അതിൽ വരുമ്പോഴും 10:30 ഒരുപാട് ആൾക്കാർ ലക്ഷ്യമില്ല. നമുക്ക് കിട്ടാൻ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഈ കാർഷിക മേളയ്ക്കകത്ത്. ഇതിൽ ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ
റൂട്ടിൽ നിന്ന് അതിന് അന്ന് പിടിച്ച് കയർത്തിരുന്നു അവിടെ 6,000 രൂപ. ഇതിന് മുന്നേ ആ സ്റ്റാള് ഒട്ടനവധി സ്റ്റാളുകളൊക്കെ എല്ലാത്തിനും ഐറ്റവും ഓറഞ്ച് അടുത്ത സ്റ്റാളുകൾ ഏകദേശമൊക്കെ ഒരുങ്ങുകയാണ്. അടുത്ത് വീണ്ടും പച്ചക്കറികളെല്ലാം നിറയ്ക്കാനുള്ള തിരക്കിലാണ്. ഇത് നമ്മൾ അടുത്ത ഘട്ടത്തിലുള്ള ചെറിയൊരു വീഡിയോസ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കിണറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള പല നിറത്തിലുള്ള വലകളാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാഗുകളുടെ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ലേഡീസിൻ്റെ ബാഗുകളുടെ നല്ല രീതിയിലുള്ള വൻ കളക്ഷൻ തന്നെയുണ്ട്. 100 രൂപ മുതലാണ് തുടങ്ങുന്നത്. 100, 150, 200 എന്നീ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്ന നെല്ലിക്ക അച്ചാർ ഐറ്റം, നമ്മൾ അച്ചാറിട്ട് കഴിക്കുക അല്ലാതെ ഉപ്പിലിട്ട് കഴിക്കുന്ന ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു അമ്മയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്, മനസ്സിലായത്. പ്രായത്തിൽ ഇത്തിരി മുന്നോട്ട് നിൽക്കുന്ന അമ്മയും അച്ഛനും ഒക്കെയാണ് ഇവിടെ കച്ചവടത്തിനായിട്ട് നിൽക്കുന്നത്. അപ്പം അവർ അത്രയും വർഷങ്ങൾ കൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ മലയോര പ്രദേശമായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ആ രീതിയിലുള്ള കച്ചവടങ്ങൾ നടക്കും. നല്ല ക്വാളിറ്റി ഫുഡുകൾ കിട്ടും. അതുകൊണ്ടാണ് തുണി, കിണറ്റിലിടുന്ന വല പല നിറത്തിൽ പല ഭംഗിയിലുള്ള ഇതൊക്കെ കണ്ടാൽ പിന്നെ ആരാണ് മേടിക്കാത്തതിൽ. നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ബെൽറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് മോതിരം, കീ ചെയിൻ, നമുക്കിടാനുള്ള പാദസരം, മോതിരമൊക്കെ ഒരുപാട് ഐറ്റങ്ങളും ഒരുപാട് രീതിയിലുള്ള ഒരുപാട് വർണ്ണങ്ങളുള്ള കല്ല് പതിച്ചത് ഉൾപ്പെടെയുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട്. നമുക്ക് നോക്കിയെടുക്കാം. ഇത് കയ്യിൽ പച്ച കുത്തുന്ന സ്ഥലമാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പച്ച പതിപ്പിക്കുന്നതല്ല, അത് കറക്റ്റ് പച്ച കുത്തുന്നത് തന്നെയാണ്. ഓരോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നോക്കി കൊടുക്കാം. കമ്മലിൻ്റെ കളക്ഷനുകൾ പറയുന്നത് ഫാൻസി ഐറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു മേഖല ഇവിടെ തന്നെയാണ്. പല നിറത്തിലുള്ള പല രൂപത്തിലുള്ള പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ടോയ്സുകളെക്കുറിച്ച് പറയുന്നത് പല നിറത്തിലും അത്രയും ക്വാളിറ്റിയും പെർഫോമൻസും ചെയ്യും. കാരണം നമ്മൾ കണ്ടാൽ ഒരു മൃഗമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടോയ്സിനെ കണ്ടാൽ നമുക്ക് അത്രയും രീതിയിൽ ആർട്ട് ചെയ്യുന്ന തരത്തിലാണ് കൂടിയാണ്. നല്ല ക്വാളിറ്റിയുള്ള പുളിയുടെ ശേഖരണമാണ് നിങ്ങൾക്ക് കാണുന്നത്. ചെറിയ സരണികളൊക്കെ ഒരുപാട് നമുക്ക് മേടിക്കാൻ പറ്റും. അത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ചെന്ന് എടുത്ത് നോക്കി ചിലതെല്ലാം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും എന്ന് പറയുന്നത്. പാലോട് മേള ഒരു കാരണവശാലും മിസ് ചെയ്തിരുന്നതാണ് എൻ്റെ ഗ്ലാസ്സുകളൊക്കെ. നമ്മളിപ്പോൾ കിച്ചണിലൊക്കെ വയ്ക്കുന്ന ഗ്ലാസ്സുകളൊക്കെ വൻ ശേഖരണം. അപ്പോൾ അത് നമുക്ക് ഒരു കാരണവശാലും ഇത് മേറ്റ് കിടക്കുന്നതാണ്. മേറ്റ് നമ്മളെ തറയിലിടുന്ന റബ്ബർ മാറ്റുകളാണ്. പല വിലയ്ക്കും ഉണ്ട്, പല ക്വാളിറ്റിയിലും ഉണ്ട്. എങ്കിലും നല്ലൊരു ശേഖരണമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് ഈ മാറ്റിൻ്റെ കടയിലൊക്കെ ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണമെങ്കിലും മേടിക്കാതെ പോകാതിരിക്കില്ല. കാരണം 4 എണ്ണമാണ് 100 രൂപയ്ക്ക് ഇട്ടിരിക്കുന്നത്. പല കളറാണ്. അത് വലിയ ടൈപ്പല്ല, മീഡിയം ടൈപ്പാണ്. നമുക്ക് സ്റ്റെപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങൾ ഇവിടെ നിന്ന് അറ്റം വരെ സ്റ്റാളാണ്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ഭക്ഷണ സാധനങ്ങളുണ്ട്. കേക്ക്, കുക്കീസിൻ്റെ വിവിധതരം കേക്കുകളാണ്, ടേസ്റ്റുകളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് 20 ഐറ്റം കുക്കീസ് 130 രൂപയ്ക്കാണ് വരുന്നത്. ഇതിന് ഓരോ പീസായിട്ട് എടുത്ത് ഒരു 30 ഐറ്റം ആണ് തരുന്നത്. പിന്നെ വേറെ മൊബൈലിൻ്റെ എല്ലാത്തരം സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ, ഗൊറില്ല ഗ്ലാസ്സൊക്കെ 100 രൂപ മുതൽ 99 രൂപ മുതലാണ് തുടങ്ങുന്നത്. അതിൻ്റെ കേസ്, മൊബൈലിൻ്റെ കേസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ മേളയ്ക്കലിൽ.
അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, വീട്ടാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ പ്ലാസ്റ്റിക്കാണ്. അതിന് കണക്കായിട്ടുള്ള 20 രൂപ 30 രൂപയായിട്ട് കുട്ടികൾക്ക് ഡ്രോയിങ് ബുക്ക്, ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ബുക്കാണ്. ഇതെല്ലാം നമുക്ക് ഇവിടെ ലഭിക്കും, മിതമായ നിരക്കിലാണ്. അവരെ കുട്ടികളെ വളരെ രസകരമായി എഴുതുവാനും വരയ്ക്കുവാനും ഒക്കെ നമുക്ക് പഠിപ്പിക്കുവാൻ പറ്റുന്ന പുസ്തകങ്ങളിലൂടെ നമ്മളും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇതാ, ഈ ബുക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ സമ്പ്രദായങ്ങളും അവരെ ചെറിയ രീതിയിൽ, വലിയ ഹാർട്ടായിട്ടല്ല, ചെറിയ രീതിയിൽ. വലിയ ഹാർഡായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ ചെറുതായിട്ട് പഠിച്ച് വരച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുക്കുന്നത്. അത്രയും നല്ല രീതിയിൽ ചെരുപ്പിൻ്റെ ഇതൊക്കെ കണ്ടു, ചെരുപ്പ്, ബാഗ്, ഇതെല്ലാം നല്ല മിതമായ നിരക്കിൽ ഈ മേളയിൽ ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. ബാഗുകളുടെയൊക്കെ നല്ല ശേഖരണവും. പിന്നെ കാണുന്നത് LED ബൾബ്, LED ബൾബൊക്കെ കുറഞ്ഞ വിലയ്ക്ക് 3ഉം 4ഉം ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ജേഴ്സിയാണ്, സ്പൈഡർമാൻ്റെ ജേഴ്സി കിടക്കുന്നുണ്ട്. ജേഴ്സി, സ്പൈഡർമാൻ്റെ ഉടുപ്പ്, ജേഴ്സിയൊക്കെ മിതമായ നിരക്കിലാണ് കൊടുക്കുന്നത്. 100 രൂപ 150 രൂപ നിരക്കിലാണ് ജേഴ്സി ഇവിടെ അവർ കച്ചവടം ചെയ്യുന്നത്. ഞങ്ങളും ജേഴ്സി മേടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ലേഡീസിനൊക്കെ ആവശ്യമുള്ള ഡ്രസ്സ് ഐറ്റംസ് എല്ലാം ഈ സ്റ്റാളിനകത്തുണ്ട്. ഈ സ്റ്റാളിനകത്ത് തന്നെ ഇതിന് ആവശ്യമായിട്ട് ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. തൊട്ടടുത്ത സ്റ്റാളുകളുണ്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട്. രുചികരമായിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഐറ്റംസാണ്. എല്ലാ ഐറ്റം, ചെറിയ മുട്ടായി മുതൽ അങ്ങ് അറ്റം വരെ. പഴയ മുട്ടായികളൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും. ഇന്നത്തെ തലമുറയ്ക്ക് മാത്രമാണ് ഇങ്ങനത്തെ മുട്ടായികളൊക്കെ കിട്ടാനുള്ള പ്രയാസമുള്ളത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നോക്കണം. അതിൽ എല്ലാവിധ മുട്ടായികളും നമ്മളെ കയ്യിൽ വരും. നാരങ്ങ മുട്ടായി, ഗ്യാസ് മുട്ടായി, പുളി മുട്ടായി എന്ന് വേണ്ട സകല ഐറ്റവും ഇതിനകത്ത് തന്നെ ഉണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ തന്നെ അതാണ്, പഴയകാല മിഠായികൾ. അതെ, മിച്ചർ മുട്ടായി മുതൽ കപ്പലണ്ടി മുട്ടായി മുതൽ എല്ലാം ഉണ്ട്. എല്ലാം ഇതിനകത്തുണ്ട്. നമുക്കത് മേടിച്ച് കഴിക്കാനും പറ്റും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഈ സ്റ്റോളിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോപ്പ് മുതൽ ചീപ്പ് കണ്ണാടി, ഇതിപ്പം നമുക്ക് സോപ്പ് ഐറ്റങ്ങളും അങ്ങനെയുള്ള കുറേ ലോഷനും, അപ്പോൾ പല നിറത്തിലാണെങ്കിലും ഇത് ക്വാളിറ്റിയുള്ള സംസാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് സാധനങ്ങളൊക്കെയാണ്. ഇനി വരല്ലെന്ന് പറയണം, അടിക്കും ഞാൻ. അലുവയൊക്കെ ആയിട്ടും ഭയങ്കരപ്പെട്ട കളക്ഷനാണ്. അത് ഇഷ്ടംപോലെ പക്കാവട, മുറുക്ക്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങൾ, പല രീതിയിലുള്ള പല സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ സ്റ്റാളിലൊക്കെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും തിരക്കില്ലാത്തതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്നില്ല. ഏകദേശം സമയമായിട്ടുണ്ട്, ക്ലോസിങ്ങിനുള്ള സമയമായി വരികയാണ്. അപ്പോൾ അത്രയും ഭംഗിയായിട്ട് തന്നെ പല കളർ, പല നിറത്തിൽ നല്ല രുചികരമായിട്ടുള്ള ഐറ്റങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, ചെറിയ കവറിലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ 100 രൂപയാണ്. മിതമായിട്ടുള്ള നിരക്കിലാണ് അവർ കച്ചവടം ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും ഫാൻസി സ്റ്റോറുകളാണ്. ഇവിടെ നിന്ന് കണ്ണെത്താ ദൂരെ കിടക്കുകയാണ് ഫാൻസി ഐറ്റങ്ങൾ. എല്ലാം കുട്ടികൾക്കുള്ള കളിപ്പാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കിടക്കുകയാണ്. ഇതൊക്കെ നേരിട്ട് വന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കരപ്പെട്ടൊരു ഭംഗിയാണ് കേട്ടോ. സ്റ്റിക്കറുകളൊക്കെ കിടക്കുന്നുണ്ട് കുട്ടികൾക്ക് ബുക്കിലൊട്ടിക്കാനും. അതാ ടോയ്സ്, ഇതെല്ലാം കളർഫുള്ള് തന്നെയാണ്. പാമ്പാണ്, റബ്ബർ പാമ്പാണ്. അത്രയും നല്ല രീതിയിലുള്ള കളിപ്പാട്ടം. നേരത്തെ തന്നെ പറഞ്ഞ പോലെ കിച്ചൺ ഒന്ന് ഭംഗി മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സകലമാന ഐറ്റങ്ങളും ഇതിനകത്തുണ്ട്. കപ്പ് ഐറ്റംസ് മുതൽ പ്ലേറ്റ്, സ്റ്റീലിൻ്റെ പ്ലേറ്റ്, ചെറിയ ഗ്ലാസ്സുകൾ, പാത്രങ്ങളും എല്ലാ ഐറ്റവും നിറഞ്ഞ് നമ്മുടെ കണ്ണിന് കുളിരായിട്ട് അത്രയും നിറവോടെ നമുക്ക് കാണാൻ പറ്റുന്നതും എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മിതമായിട്ട് തന്നെ വാങ്ങിക്കും. ചേട്ടനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇനി അടുത്ത് തൊപ്പി ഐറ്റം, തൊപ്പി കുഞ്ഞു വാവ മുതൽ നമുക്ക് വലിയവർക്ക്
വലിയ ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കളർഫുൾ നമുക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്. പ്ലാസ്റ്റിക് ഇത് നമുക്ക് വന്നിട്ട് ചെടിച്ചട്ടി, വലിയ വലിയ ബക്കറ്റുകൾ, ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്റ്റാളാണ്. ഒരു നല്ല രീതിയിലുള്ള രണ്ട് കരിഞ്ഞ് വിസർജനങ്ങളും ഏകദേശമൊക്കെ ഒരു ഒതുക്കേണ്ട സമയമായിട്ടുണ്ട്. ആൾക്കാരൊക്കെ കരിഞ്ഞും പൊടിച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പം മേടിക്കാത്തത്. അതായത് ഇപ്പോൾ നമുക്കിവിടെ നല്ല ഏലക്ക, മുന്തിരി, കർക്കണ്ട്, അങ്ങനെയുള്ള എല്ലാം ഇതാ പുളിയാണ്, പുണംപുളിയാണ് ആ കറുത്ത രൂപത്തിൽ കാണുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. നമ്മൾ പറഞ്ഞ പോലെ ഈ കാർഷിക മേളയ്ക്ക് അകത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലതാണ് ഗ്രാമ്പൂ, ഏലക്ക, ഇങ്ങനെയുള്ള സാധനങ്ങൾ. കറുകപ്പട്ടയൊക്കെ ഒരു ഒറിജിനൽ സാധനമാണ്, ഒരു മായവും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഇവിടെ നിസ്സാര വിലയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മേടിക്കാനും ഈ സാധനങ്ങളെല്ലാം നമുക്ക് കാണാനും ഒക്കെ ആയിട്ടാണ് ഈ മേള ഒരുക്കിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടും നമുക്ക് ഇതിനകത്ത്. അലുവയൊക്കെ പല നിറത്തിലും അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 50 രൂപ, 100 രൂപ എന്ന നിരക്കിൽ. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, 16-ാം തീയതി, ഈ വരുന്ന 16-ാം തീയതി, ഇന്ന് 12 ആയിട്ടുണ്ട്. 16-ാം തീയതിയാണ് ഈ മേളയുടെ അവസാന ദിവസം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് കുറച്ച് സമയം സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ മേളയിൽ വരേണ്ടതാണ്. ഇതാ മുട്ടായി ഐറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗ്യാസ് മിഠായി, മിക്സർ മിഠായി, അങ്ങനെ പല ഐറ്റം, തപ്പൂരി, ഒരുപാട് സ്വീറ്റ്സ് ഐറ്റം, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് ഈ സാധനങ്ങളെല്ലാം മേടിക്കാം. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഞങ്ങൾ ഇതിൽ നിന്ന് ഏകദേശമുള്ള സാധനങ്ങളൊക്കെ കുറേശ്ശെ മേടിച്ചിട്ടുണ്ട്. അത് മേടിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായില്ലേ? മുട്ടായി ഐറ്റങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പം കടയിലൊക്കെ കിട്ടും, എങ്കിലും കിട്ടാത്ത കുറച്ച് മുട്ടായികളൊക്കെ നമുക്ക് ഈ സ്റ്റോളിനകത്ത് തന്നെ ഉണ്ട്. ഇതിപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ ഏകദേശം ഒരുക്കിയിട്ടുണ്ട്, ഏകദേശം തീരാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒതുക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. കരിക്കിൻ ഷേക്കാണ്. കരിക്കിൻ ഷേക്കൊക്കെ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു മേഖലയാണ്, ചൂടൊക്കെ ആയതുകൊണ്ട്. ഇതിനകത്തൊരു ഫാൻസി സ്റ്റാളാണ്. അപ്പോൾ അതിനകത്ത് എല്ലാവിധ സാധനങ്ങളും നമുക്ക് മേടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏത്തൻ, പല ഐറ്റം, പൂവൻ വാഴ, അങ്ങനെയുള്ള പല ഐറ്റം സാധനങ്ങൾ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കദളി വാഴയൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അമിതമായ നിരക്കിൽ തന്നെയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ മേടിക്കാം. പിന്നെ അലങ്കാര മത്സ്യങ്ങൾ, പൂക്കളൊക്കെ കണ്ടോ, അലങ്കാര മത്സ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഈ സസ്യഗണത്തിൽ പെടുന്ന ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇവിടെയൊക്കെ സ്റ്റാൾ ക്ലോസ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ ആ ചേട്ടന് അത് ക്ലോസ് ചെയ്ത് മാറ്റി വീഡിയോ എടുക്കാനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് തന്നതാണ്. ആ ചേട്ടനോട് വളരെയധികം താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് വന്നത്. മുട്ടായി ഐറ്റം വീണ്ടും തീരുന്നില്ല. ജോക്കർ മുട്ടായി മുതൽ പല ഐറ്റം മുട്ടായി, പഴയ കാലത്തെ പഴയ ഐറ്റം മുട്ടായികളെല്ലാം ഈ സ്റ്റോളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അവിടെയൊക്കെ എല്ലാം ഗൂഗിൾ പേക്ക് സ്കാനറൊക്കെ വെച്ചിട്ടുണ്ട്. അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കറുത്ത മുന്തിരി, അണ്ടിപ്പരിപ്പ്, അല്ലാതെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം, എല്ലാവിധ സാധനങ്ങളും നമുക്കിവിടെ ഉണ്ട്. എല്ലാവരും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം 11:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസ് ചെയ്യാനുള്ള സമയങ്ങളൊക്കെ ആയി വരുന്നത്. എന്നാലും നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 12 മണിയായിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ്സൊക്കെ മേടിച്ച് വെച്ച് സ്റ്റൈലിലാണ് നിൽക്കുന്നത്. ടോയ്സുകളൊക്കെ കണ്ടല്ലോ, ഒരുപാടായിട്ട്. നമുക്കിത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നമ്മൾ 1 മണിക്കൂറല്ല 2 മണിക്കൂർ കൃത്യമായിട്ട് വരും. അപ്പോൾ അത് ചെറിയ ചുരുക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 28 മിനിറ്റിനകത്തുള്ള ഒരു വീഡിയോസാണ് ഞാൻ പൊരിയൊക്കെ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചൂടോടുകൂടിയാണ് കണ്ടത്. ഇവിടെ ഈ പൊരിയുടെ എല്ലാ ഐറ്റം സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റും, നമുക്ക് വാങ്ങി കഴിക്കാം. നല്ല സാധനങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത മൊബൈലിന് ഗൊറില്ല ക്ലാസ്സുകൾ വെറും 99 രൂപ മുതൽ. അവിടെ നല്ല തിരക്കാണ് കേട്ടോ ആ ഗൊറില്ല ക്ലാസ്സുകൾ മാറാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമുക്ക് എല്ലാ ഐറ്റം മലക്കറികളുടെയും വിത്തുകൾ അതൊക്കെ കൊടുത്തിരിക്കുന്നതാണ്.
പയർ, മണിപ്പയർ, വഴുതലങ്ങ, ഇതിൻ്റെ എല്ലാം വിത്തുകൾ, സൂര്യകാന്തി പൂവ്, ഇതിൻ്റെ എല്ലാം വിത്തുകളാണ് നമുക്ക് കിട്ടുന്നത്. വിത്തുകളെല്ലാം 10 രൂപ പാക്കറ്റാണ്. ഇത് ഒരു സർബത്ത് ഒക്കെ വിൽക്കുന്ന കടയാണ്. ജ്യൂസ് ഐറ്റംസ്, സ്നാക്സ് എല്ലാം ചേർത്ത് ഇതൊക്കെ ചേർത്ത് നല്ല ഫ്രൂട്ട്സും നല്ല ഷാർജ പോലുള്ള എല്ലാ ഐറ്റംസ്, ജ്യൂസ് ഐറ്റംസും എല്ലാം അത് വലിയ വിലയൊന്നും. സാധാരണ മേളയുടെ കാര്യം പറയുന്നത് മേള നടക്കുന്ന ഭാഗങ്ങളിൽ വില അല്പം കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ ഈ പാലയുടെ മേളയിൽ വന്നിട്ടുണ്ട്, നമ്മൾ സാധാരണ കാണുന്ന മേളകൾ പോലെ ഇതിനകത്ത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് 25 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ലൈൻ അതേ വിലയ്ക്കാണ് ഇതിനകത്ത് കിട്ടുന്നത്. മനസ്സിലായില്ല? ഇതാ 50 രൂപ വീട്ടിലൊക്കെ ഇടാൻ, സാധാരണ വീട്ടിനകത്തൊക്കെ ഇടാൻ ക്വാളിറ്റിയുള്ള ചെരുപ്പുകളാണ് 50 രൂപ. ഇതിപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഇറങ്ങി പുറത്തു വന്ന് പോത്തിൻ്റെ വ്യാപാര കേന്ദ്രം, ഒരു പ്രത്യേക സ്ഥലത്ത് പോത്തുകുട്ടികളുടെ ഒരു വൻ ശേഖരണം തന്നെ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പോത്തുകളാണ്. ഇപ്പോൾ പോത്തുകളൊക്കെ വാങ്ങുന്നെങ്കിൽ എല്ലാവരും വന്നോളൂ. പാലോട് കാർഷിക മേളയ്ക്കകത്ത് നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള പോത്തുകുട്ടികളുണ്ട്. മിതമായ നിരക്കിലാണ് റേറ്റുകളൊക്കെ വരുന്നത്. വളർത്തി പരിചയമുള്ള നല്ലൊരാളിനെയും കൊണ്ടുവന്ന് പോത്തിനെയൊക്കെ ചേർത്തെടുക്കും.